ഹലോ, നമുക്കൊന്ന് ചായ കുടിച്ചാലോ? ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ചപ്പാത്തി ആണോ എന്നൊരു ഡൗട്ട് തോന്നിയോ? എന്നാൽ ഇത് ചപ്പാത്തി അല്ല കേട്ടോ, ഇത് ചക്കപ്പപ്പടാണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാ. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്ര വലുതായിട്ടുള്ളത്. ഇത്രയും വലുത് വറുത്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ? അതിനുള്ള പാത്രവും എൻ്റെ കയ്യിലില്ലേ? അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തേക്കുന്നത്. എന്ന് നമുക്ക് വറുത്തെടുക്കാം. ഉച്ചയ്ക്ക് ഞാൻ ഓൾറെഡി പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എണ്ണയിലേക്ക് തന്നെയാണ് രണ്ടാമത് വീണ്ടും എണ്ണ ഒഴിച്ചേക്കുന്നത്. എണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ റേറ്റ് ആണല്ലേ? അപ്പൊ അങ്ങനെ എണ്ണ കളയാൻ പറ്റൂലല്ലോ. എന്ന് നമുക്ക് പപ്പടം ഇങ്ങനെ വറുത്തെടുത്തേക്കാം. ചക്കപ്പപ്പടം ഉണ്ടാക്കുമ്പോഴേ പൊതുവെ കട്ടി കുറച്ചാണ് നമ്മൾ പരത്തിയെടുക്കുക. അതാവുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാൻ സുഖമാണല്ലോ. പിന്നെ കഴിക്കാനും നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മുടെ പപ്പടം റെഡി ആയല്ലോ. എന്നാ പിന്നെ നമുക്ക് ചായ കുടിച്ചേക്കാം അല്ലേ? ഞങ്ങൾ പക്ഷേ കാപ്പിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ചായയോടുള്ളതിനേക്കാളും ഒരുപിടി ഇഷ്ടം കാപ്പിയോട് കൂടുതലാണ്. രണ്ടുപേരും കാപ്പി ഫാനാണ്. അപ്പൊ കാപ്പിയും ചക്കപ്പപ്പടും കോമ്പിനേഷൻ കൊള്ളാം അല്ലേ? ഇനി ആരെങ്കിലും ഇതുപോലെ എണ്ണ വിരോധികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അവലും അതിന്റെ കൂടെ മിച്ചറും എണ്ണയിലാണ് ആക്കുന്നത്. എന്നാലും പപ്പടത്തിന്റെ അത്ര എണ്ണയില്ല എന്നുള്ളതാണ് വാദം. അങ്ങനെ നമുക്ക് ചായ കുടിക്കാൻ എന്നാ പിന്നെ അല്ല കാപ്പി കുടിക്കാൻ എന്നാ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. എന്താണെന്നോ, ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.